പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജി സംബന്ധിച്ച് ഇന്ന് തീരുമാനമാകും. MLA സ്ഥാനം രാജിവെക്കണമെന്ന് KPCC രാഹുൽ മാങ്കൂട്ടത്തിലിനോട് ആവശ്യപ്പെട്ടു. പാലപ്പിള്ളി കുണ്ടായിയിൽ വീണ്ടും പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. തുടർച്ചയായുള്ള പുലിയാക്രമണങ്ങളിൽ ഭീതിയിൽ പ്രദേശവാസികൾ. റാപ്പർ വേടനെതിരെയുള്ള കേസിൽ ഹൈക്കോടതി നാളെ വിശദമായ വാദം കേൾക്കും. വിവാഹ വാഗ്ദാനം നൽകി വനിതാ ഡോക്ടറെ പീഡിപ്പിച്ചുവെന്നാണ് കേസ്. അകലാട് ബദർപള്ളിക്ക് സമീപം ദേശീയപാതയിൽ പാലം പണി നടക്കുന്നിടത്ത് വലിയ സ്ലാബ് സർവീസ് റോഡിലേക്ക് വീണു. ബൈക്ക് യാത്രികൻ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. വാർത്തകളിലേക്ക് വിശദമായി. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജി സംബന്ധിച്ച് ഇന്ന് തീരുമാനമാകും. MLA സ്ഥാനം രാജിവെക്കണമെന്ന് KPCC രാഹുൽ മാങ്കൂട്ടത്തിലിനോട് ആവശ്യപ്പെട്ടു. KPCCയുടെ നിലപാട് AICC അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചാൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിനെ ചൊല്ലി KPCCയിൽ ആശങ്ക. ഉപതെരഞ്ഞെടുപ്പുണ്ടായാൽ വൻ തിരിച്ചടി ഉണ്ടാകുമെന്ന ആശങ്ക KPCCക്കുണ്ട്. BJPക്ക് വൻ മുന്നേറ്റമുള്ള പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ BJP നേട്ടം കൊയ്യുമെന്ന ആശങ്കയാണ് KPCCക്കുള്ളത്. അങ്ങനെ സംഭവിച്ചാൽ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെയും ബാധിക്കുമെന്ന് നേതൃത്വം വിലയിരുത്തുന്നു. പാലപ്പിള്ളി കുണ്ടായിൽ വീണ്ടും പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. പാടിയിൽ താമസിക്കുന്ന തോട്ടം തൊഴിലാളിയായ കൊല്ലേരി അഷ്റഫിന്റെ പശുക്കുട്ടിയെയാണ് പുലി പിടിച്ചത്. പാടിയോട് ചേർന്ന് കെട്ടിയിട്ട പശുക്കുട്ടിയെ പുലി ആക്രമിക്കുകയായിരുന്നു. പശുക്കുട്ടിയുടെ ശരീരഭാഗങ്ങൾ പുലി ഭക്ഷിച്ച നിലയിലാണ്. പശുക്കളുടെ കരച്ചിൽ കേട്ടെത്തിയപ്പോഴേക്കും പുലി സമീപത്തെ റബ്ബർ തോട്ടത്തിലേക്ക് പോയതായി വീട്ടുകാർ പറഞ്ഞു. ശനിയാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. ഒരാഴ്ചയ്ക്കിടെ രണ്ടാം തവണയാണ് പ്രദേശത്ത് പുലി ഇറങ്ങി വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്നത്. 2 ദിവസം മുൻപ് ചിമ്മിനി ഡാം റോഡിൽ ചീനിക്കുന്ന് ഭാഗത്ത് പുലിയിറങ്ങി പശുവിനെ കൊന്നിരുന്നു. ജനവാസ മേഖലയിൽ നിരന്തരം പുലിയിറങ്ങിയതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ്. പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. റാപ്പർ വേടനെതിരെയുള്ള കേസിൽ ഹൈക്കോടതി നാളെ വിശദമായ വാദം കേൾക്കും. വിവാഹ വാഗ്ദാനം നൽകി വനിതാ ഡോക്ടറെ പീഡിപ്പിച്ചുവെന്നാണ് കേസ്. ഹിരൺദാസ് മുരളി എന്ന വേടന്റെ അറസ്റ്റ് ഹൈക്കോടതി താൽക്കാലികമായി തടഞ്ഞിരുന്നു. പീഡനക്കേസിൽ വേടനെതിരെ സമാനമായ പരാതികളുണ്ടെന്ന് പരാതിക്കാരി ഹൈക്കോടതിയിൽ ഉന്നയിച്ചിരുന്നു. അകലാട് ബദർപള്ളിക്ക് സമീപം ദേശീയപാതയിൽ പാലം പണി നടക്കുന്നിടത്ത് വലിയ സ്ലാബ് വീണു. തലനാരിഴയ്ക്കാണ് അപകടം ഒഴിവായത്. ഇന്ന് രാവിലെയാണ് സംഭവം. അപ്രോച്ച് റോഡിന്റെ വശത്തെ സ്ലാബ് പണി നടക്കുന്നതിനിടയിൽ സർവീസ് റോഡിലേക്ക് വീഴുകയായിരുന്നു. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന സർവീസ് റോഡാണിത്. ബൈക്ക് കടന്നുപോയ ഉടനെയാണ് സ്ലാബ് വീണത്. ബൈക്ക് യാത്രികൻ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. പിന്നീട് സ്ലാബ് മാറ്റിയതിന് ശേഷമാണ് വാഹനങ്ങൾ കടത്തിവിട്ടത്. വേണ്ടത്ര സുരക്ഷയില്ലാതെയാണ് ദേശീയപാതയിലെ പണികൾ നടക്കുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. നേരത്തെ എടക്കഴിയൂരിൽ സമാന രീതിയിൽ സ്ലാബ് വീണിരുന്നു. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ഗോബോ നന്ദിര ടി-മാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. വക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ നേടാം ബമ്പർ സമ്മാനങ്ങളും ഒപ്പം ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. കല്ലൂരിൽ പിക്കപ്പ് വാൻ മറിഞ്ഞ അപകടം. പാലക്കപ്പറമ്പ് പാറക്കാട് കനാൽ വളവിന് സമീപമാണ് പിക്കപ്പ് മറിഞ്ഞത്. അപകടത്തിൽ നമ്പാടൻ വർഗീസിന്റെ വീട്ടുമതിൽ തകർന്നു. കർണാടകയിൽ നിന്നും കൊച്ചിയിലേക്ക് പോവുകയായിരുന്ന വാനാണ് നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. റോഡിലെ കുഴിയിൽ വീഴാതിരിക്കാൻ ശ്രമിക്കുന്നതിനിടെ നിയന്ത്രണം വിടുകയായിരുന്നു. വർഗീസിന്റെ വീട്ടുമതിൽ ഇടിച്ചാണ് വാൻ മറിഞ്ഞത്. ഇടിയുടെ ആഘാതത്തിൽ മതിൽ ഭാഗികമായി തകർന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. രണ്ടാം തവണയാണ് അപകടത്തിൽ വർഗീസിന്റെ വീട്ടുമതിൽ തകരുന്നത്. ഷൊർണൂർ നിലമ്പൂർ മെമു ട്രെയിന് പച്ചക്കൊടി. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. VK ശ്രീകണ്ഠൻ MP, P മമ്മിക്കുട്ടി MLA, മുനിസിപ്പൽ ചെയർമാൻ MK ജയപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റെയിൽവേ ഉദ്യോഗസ്ഥന്മാരാണ് ഞാൻ പറയുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ ദീർഘദൂര വണ്ടികൾ ഉണ്ടാകുന്ന ശാരീരികമായ ക്ഷീണം, നമ്മുടെ സമയനഷ്ടം, ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് കുതിക്കുന്ന വേഗത്തിൽ ഇന്നും റെയിൽവേ നിലനിൽക്കുന്നു.
തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ താല്പര്യമാണ് ട്രെയിനിലെ യാത്ര എന്ന് പറയുന്നത്. ഞാൻ വിശദീകരിച്ചൊന്നും പോകുന്നില്ല, വളരെ ചുരുങ്ങിയ സമയമുള്ളൂ. ട്രെയിൻ പുറപ്പെടണം, നമ്മുടെ മന്ത്രിക്ക് ഉദ്ഘാടന പ്രസംഗം നടത്തണം. ഒരു കാര്യം, രാഷ്ട്രീയത്തിനൊക്കെ അതീതമായി മറ്റെല്ലാ ചിന്തകൾക്ക് അതീതമായി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ് റെയിൽവേ. അപ്പം ആ റെയിൽവേയുടെ വികസനം എല്ലാവർക്കും താല്പര്യമുള്ളതാണ്. ഷൊർണൂർ ജംഗ്ഷനിൽ വലിയൊരു മാറ്റമാണ് അമൃത് ഭാരത് പദ്ധതിയിലൂടെ ലഭിച്ചത്, ഒറ്റപ്പാലത്തും ലഭിച്ചത്. പാലക്കാട് പിറ്റ് ലൈൻ വരികയാണ്. കേരളത്തിൽ നിങ്ങൾക്കറിയാം, എറണാകുളത്തും തിരുവനന്തപുരത്താണ് പിറ്റ് ലൈൻ ഉള്ളത്. കേന്ദ്ര സർക്കാർ റെയിൽവേ 61 കോടി രൂപയാണ് പാലക്കാട് പിറ്റ് ലൈൻ പദ്ധതിക്കായിട്ട് അനുവദിച്ചത്. പൂച്ചയെ ചൊല്ലുള്ള തർക്കത്തിൽ കത്തിക്കുത്തും അറസ്റ്റും. കൊടുങ്ങല്ലൂർ എടവിലങ്ങ് കാരയിലാണ് സംഭവം. അയൽവാസികളായ നീലങ്കാവിൽ വീട്ടിൽ സെബാസ്റ്റ്യനും തൊടാത്ര വീട്ടിൽ ജിബിനും തമ്മിൽ ചെറിയൊരു തർക്കം. സെബാസ്റ്റ്യൻ ഒരു പൂച്ചയെ വളർത്തുന്നുണ്ട്. ജിബിന്റെ വീട്ടിൽ വളർത്തുനായയുമുണ്ട്. ജിബിന്റെ നായയുടെ മുന്നിലൂടെ സെബാസ്റ്റ്യൻ പൂച്ചയെ കൊണ്ടുപോയതാണ് പ്രശ്നമായത്. പൂച്ചയെ കണ്ടതോടെ നായ കുരച്ചു ചാടി. ഇതോടെ സെബാസ്റ്റ്യനോട് നായയുടെ അടുത്തേക്ക് പൂച്ചയെ കൊണ്ടുവരരുതെന്ന് ജിബിൻ പറഞ്ഞു. ഇതാണ് കത്തിക്കുത്തിൽ കലാശിച്ചത്. സെബാസ്റ്റ്യന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ ജിബിൻ ചികിത്സ തേടി. പ്രതിയായ സെബാസ്റ്റ്യനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇൻസ്പെക്ടർ BK അരുൺ, SI-മാരായ KG സജിൽ, CPO-മാരായ വിഷ്ണു, ഗോപേഷ്, വിനീഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. മധ്യവയസ്കനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതിക്ക് 7 വർഷം കഠിന തടവും പിഴയും ശിക്ഷ വിധിച്ചു. കുന്നംകുളം പോർക്കുളത്ത് താമസിക്കുന്ന മേക്കാട്ടുകുളം വീട്ടിൽ ബിനോയിയെ ഇരുമ്പ് പൈപ്പ് കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് വിധി. ഒന്നാം പ്രതിയായ കുന്നംകുളം തെക്കേ അങ്ങാടി പഴുന്നാന വീട്ടിൽ ജെറീഷിനെയാണ് ശിക്ഷിച്ചത്. ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് കോടതിയുടേതാണ് ഉത്തരവ്. 2019 ഒക്ടോബർ 1-ാം തീയതിയായിരുന്നു കേസിനാസ്പദമായ സംഭവം. പ്രോസിക്യൂഷനു വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ KR രജിത് കുമാർ ഹാജരായി. ചാഴൂർ പഞ്ചായത്തിലെ 9-ാം വാർഡിൽ ഹഡ്ബട്ട് കനാലിന് സമീപം സ്ഥാപിച്ച LED ലൈറ്റിംഗ് സിസ്റ്റത്തിന്റെ സ്വിച്ച് ഓൺ CC മുകുന്ദൻ MLA നിർവഹിച്ചു. ചാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് അധ്യക്ഷനായി. നാട്ടിക നിയോജക മണ്ഡലത്തിൽ 30 LED ലൈറ്റിംഗ് സിസ്റ്റമാണ് സ്ഥാപിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PS നജീബ്, വാർഡ് അംഗം രമ്യ ഗോപിനാഥ്, മുൻ പഞ്ചായത്ത് അംഗം EC രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഈ ചടങ്ങോടെ ഉദ്ഘാടനം ചെയ്യുന്ന ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള നമ്മുടെ വികസനം പ്രഖ്യാപനം മാത്രമല്ല, പ്രാവർത്തികമായ രീതിയിലേക്ക് കൊണ്ടുവരിക എന്നൊരു സമീപനമാണ് നമ്മുടെ പ്രസ്ഥാനത്തിനുള്ളത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ മേഖലയിലും പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്തു കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്തമുള്ളതുകൊണ്ട് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ 4.5 വർഷക്കാലം കൊണ്ട് നമ്മുടെ ഈ ചാഴൂർ പഞ്ചായത്തിൽ ഒരുവിധം കാര്യങ്ങൾ, ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പലരുടെ ചില ആഗ്രഹങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ എന്ത് ആഗ്രഹങ്ങളുണ്ടെങ്കിലും നമ്മൾ പ്രഖ്യാപിക്കപ്പെട്ട എല്ലാ കാര്യങ്ങളും കൃത്യമായി തന്നെ. കൊടുങ്ങല്ലൂർ കോടതിയിലെത്തുന്നവർ ഒരു മുക്കാലി കണ്ടിട്ടുണ്ടാകും. നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ചരിത്രം പേറുന്ന ഈ മുക്കാലിക്ക്. കുറ്റം ചെയ്തവരെ മുക്കാലിയിൽ കെട്ടിയിട്ട് അടിച്ചിരുന്ന കാലഘട്ടത്തിന്റെ ശേഷിപ്പാണ് ഇതെന്ന് ചരിത്രാന്വേഷകർ സാക്ഷ്യപ്പെടുത്തുന്നു. രാജഭരണകാലത്തെ ശിക്ഷാ ഉപകരണം പിന്നീട് കൊടുങ്ങല്ലൂർ കോടതിയുടെ വരാന്തയിൽ ഇടം പിടിക്കുകയായിരുന്നു. പഴയ കോടതി കെട്ടിടം പൊളിച്ചു പണിതപ്പോഴും മുക്കാലി ഒഴിവാക്കപ്പെട്ടില്ല. പണ്ടുകാലത്തെ ശിക്ഷാവിധിക്കുള്ള ഉപകരണമായിരുന്നു ഇതെന്നാണ് അറിവ്. എന്തായാലും അതൊരു പഴയ കാലത്തെ ശിക്ഷാ നടപടിയുടെ ഭാഗമായി കേരള സമൂഹത്തിൽ ഉണ്ടായിരുന്ന ഒരു ശിക്ഷണ രീതിയാണ് മുക്കാലിൽ കെട്ടി അടിക്കുക എന്നത്. ഒരു പഴയ കാലത്തെ കോടതിയുടെ ഒക്കെ ഒരു അവശേഷിപ്പ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒന്നാണ് ഈ മുക്കാലിയുടെ സാന്നിധ്യം. ദീർഘകാലത്തെ ചരിത്രമൊന്നും ആർക്കും അതിനെക്കുറിച്ച് എത്ര കാലത്താണ് അത് ആരംഭിച്ചത്, എന്നാണ് അത് കൊണ്ടിട്ടത്, ആരാണ് സ്ഥാപിച്ചത് എന്നൊരു അന്വേഷണത്തിന് കൃത്യമായ മറുപടി ഞങ്ങൾക്കാർക്കും കിട്ടിയിട്ടില്ല. കോടതിയിലെത്തുന്നവരിൽ പലർക്കും മുക്കാലിയുടെ ചരിത്ര പശ്ചാത്തലത്തെക്കുറിച്ച് വലിയ ധാരണയില്ല. എങ്കിലും ജനാധിപത്യം നിലവിൽ വരും മുൻപേ ഉണ്ടായിരുന്ന നീതി നിർവഹണത്തിന്റെയും ശിക്ഷാവിധിയുടെയും അടയാളമായി ഇന്നും നിലനിൽക്കുകയാണ് അടുത്തൂൺ പറ്റിയ ഈ മുക്കാലി. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. TCVയിലെ നിങ്ങളുടെ ഇഷ്ട അവതാരകർ ഓണവിശേഷങ്ങളുമായി എത്തുന്ന ഓണം ചാറ്റ് ഷോ. മലയാളി ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരം, സീരിയലുകളിലൂടെ സുപരിചിതനായ നവനീത് കൃഷ്ണ ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു TCV ചാനലിലൂടെ. TCV ക്യാമ്പസ് ഓണം. തൃശൂർ ജില്ലയിലെ വിവിധ ക്യാമ്പസുകളിലെ ഓണാഘോഷം ഈ ഓണ ദിവസങ്ങളിൽ നിങ്ങൾക്കും കണ്ടാസ്വദിക്കാം. തിരുവോണത്തിന് നിങ്ങളോട് സംസാരിക്കാൻ മാവേലി എത്തുന്നു TCVയിൽ. തത്സമയം നിങ്ങൾക്കും വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. കളിച്ചിരിയുമായി ഈ ഓണത്തിന് സുന്ദരിമാരെത്തുന്നു TCV ഓണക്കൂട്ടിൽ. ഓണവിപണിയിലെ രുചിക്കൂട്ടുകൾ തേടിയൊരു യാത്ര, ഓണ രുചിക്കൂട്ട്.
തിരുവോണ വിശേഷങ്ങൾ പങ്കുവെക്കാൻ നിങ്ങൾ റെഡിയാണോ? കേൾക്കാൻ ഞങ്ങൾ റെഡി. തിരുവോണ ദിവസം രാവിലെ തത്സമയ ഫോണിൻ പ്രോഗ്രാം. ഓണം മലയാളികൾക്ക് സമ്മാനിച്ച ഒരുപാട് ഓർമ്മകളുണ്ട്. ആ കഥകളുമായി TCV പ്രത്യേക പരിപാടി തിരുവോണമുറ്റത്ത്. ഉത്രാട ദിവസം നിങ്ങളുടെ ഓണവിശേഷങ്ങൾ തത്സമയം പങ്കുവെക്കാം ലൈവ് ഫോണിൻ പ്രോഗ്രാമിലൂടെ. ഓണത്തിന്റെ വരവറിയാൻ ഉത്രാടപ്പാച്ചിൽ കണ്ടാൽ മതി. ഉത്രാടപ്പാച്ചിൽ കാഴ്ചകൾ TCVയിലൂടെ ആസ്വദിക്കാം. ഈ ഓണം കളറാക്കാം TCVക്കൊപ്പം. വീണ്ടും വാർത്തകളിലേക്ക്. എല്ലാ സമകാലിക സംഭവങ്ങളെക്കുറിച്ചും പ്രതികരിക്കാൻ എഴുത്തുകാരന് ബാധ്യതയില്ലെന്ന് കവി KR ടോണി. തൃശൂർ ലിറ്റററി ഫോറം ചേറൂർ സാഹിതിയിൽ സംഘടിപ്പിച്ച കവിതയുടെ ജലസ്പർശം പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. എഴുത്തുകാരൻ ഡോക്ടർ PB ഹൃഷികേശൻ മുഖ്യപ്രഭാഷണം നടത്തി. കവി അനിൽകുമാർ കോലഴി അധ്യക്ഷത വഹിച്ചു. ഇമാനുവൽ മെറ്റിൽസ്, നഫീസത്ത് BV, K ദിനേശ് രാജ, സുനിത സുകുമാരൻ എന്നിവർ സംസാരിച്ചു. മാധ്യമങ്ങളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയല്ല. താമരയിലെ വെള്ളം പോലെയായിരിക്കും നമ്മുടെ ജീവിതം. എവിടെയും 2 കാട്ടുപന്നികളെ സർക്കാരിന്റെ പുതിയ നിയമപ്രകാരം വെടിവെച്ചു കൊന്ന് അതിരപ്പള്ളി പഞ്ചായത്ത്. കണ്ണൻകുഴിയിലെ കർഷകർക്ക് സ്ഥിരം ശല്യക്കാരായ പന്നികളെയാണ് കഴിഞ്ഞ ദിവസം വെടിവെച്ച് കൊന്നത്. ഷൂട്ടർ ടിമ്മിയുടെ നേതൃത്വത്തിലാണ് പന്നികളെ വെടിവെച്ചത്. ഹുസൈർ മുഹമ്മദിന്റെ 3ാമത് പുസ്തകമായ ശിരോലിഖിതം പ്രകാശനം ചെയ്തു. കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് പുസ്തക പ്രകാശനം നിർവഹിച്ചു. സിനിമ സീരിയൽ താരം ഷൈജൻ ശ്രീവത്സം, എഴുത്തുകാരി ഡോക്ടർ സ്മിത മേനോൻ, RI സക്കറിയ, ES സലീം തുടങ്ങിയവർ സംസാരിച്ചു. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി, പ്രബുദ്ധമായ എത്രയും സമൃദ്ധമായ ഒരു സദസ്സ് ഇതിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ മറ്റ് എല്ലാ കാര്യങ്ങളിലും നമ്മളായിട്ടല്ല, എണ്ണത്തിൽ വർധനമുണ്ടെങ്കിലും അതിൻ്റെ ഒരു ക്വാളിറ്റിയുടെ കാര്യത്തിലൊക്കെ എന്നുള്ളത് സംശയാസ്പദമായിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ പണ്ട് വായിച്ചിട്ടുള്ള പല നോവലുകളും നമ്മുടെ മനസ്സിലതിലെ കഥാപാത്രങ്ങളാണെങ്കിലും എല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരുപാട് മഹത്തായിട്ടുള്ള കൃതികൾ മലയാളത്തിലുണ്ടായിട്ടുണ്ട്. ഇന്ത്യയിലെ തന്നെ മറ്റേതൊരു ഭാഷയോടും കിടപിടിക്കാവുന്ന തരത്തിലുള്ള ആദ്യകാലം മുതലുള്ള നോവലുകളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എണ്ണം പറയാവുന്ന ഒരുപാട് കൃതികൾ ഉണ്ടായിട്ടുണ്ട്, നമുക്ക് വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ജ്ഞാനപീഠം ഉൾപ്പെടെയുള്ള അവാർഡുകൾക്ക് നമ്മുടെ മലയാളത്തിലെ നോവലുകൾ നേടിയിട്ടുമുണ്ട്. അപ്പോൾ പഴയ നോവലുകൾ നമുക്കിപ്പോൾ ബഷീറിൻ്റെ മതിലുകൾ എന്ന് പറയുന്ന വളരെ ചെറിയ ഒരു നോവലാണ്. വളരെ ചെറിയൊരു നോവലാണോ കഥയാണോ ഒന്നും പറയാൻ പറ്റില്ല. ബഷീറിൻ്റെ കൃതികൾ അങ്ങനെയാണ്, അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അത് വളരെ ചെറിയ ഒരു നോവലാണെങ്കിൽ പോലും ഇന്നും പ്രസക്തമായിട്ടുള്ള കുറേ ചോദ്യങ്ങൾ, കുറേ കുറേ ദർശനങ്ങൾ അത് അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതിൽ അവസാനത്തെ ഒരു സെൻറ്റൻസ് തന്നെ നമ്മളെ ഓർമ്മിക്കുന്ന ഒരു കാര്യമാണ്, ഹൂ വാണ്ട്സ് ഫ്രീഡം. ഇനി നോക്കാം വാണിജ്യം. ഉപഭോക്താക്കൾക്ക് ഷോപ്പിംഗിന്റെ ഹാപ്പി അവേഴ്സ് സമ്മാനിക്കാൻ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ്. 20 മണിക്കൂർ ഷോപ്പിംഗിലൂടെ വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കാനുള്ള സുവർണാവസരമാണ് നെസ്റ്റോ ഒരുക്കിയിരിക്കുന്നത്. A24 ബ്ലാസ്റ്റ് എന്ന സ്പെഷ്യൽ ഓഫറിന്റെ ഭാഗമായാണ് ഉപഭോക്താക്കൾക്ക് സർപ്രൈസ് വിലക്കുറവിൽ ഉൾപ്പെടെ എല്ലാത്തരം ഉൽപ്പന്നങ്ങളും ഹാപ്പി അവേഴ്സിലൂടെ സ്വന്തമാക്കാനാവുക. ഞായറാഴ്ച രാവിലെ 6 മുതൽ 11 മണി വരെയുള്ള മണിക്കൂറുകളാണ് സ്പെഷ്യൽ ഓഫർ ഷോപ്പിംഗിനുള്ള നെസ്റ്റോയുടെ ഹാപ്പി അവേഴ്സ്. നിരവധി ഓഫറുകളിലൂടെയും 70% വരെ വിലക്കുറവിലും പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാനാകും. ഓണം കളറാക്കാം എന്ന ഒരു ഉദ്ദേശത്തിലാണ് നമ്മുടെ നെസ്റ്റോ ഈ വരുന്ന സൺഡേ നമ്മൾ A24 ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓഫർ നമ്മൾ റൺ ചെയ്യാൻ പോവാണ്. 20 hours കണ്ടിന്യൂസ് ഷോപ്പിംഗ്. അതിൽ തന്നെ നമ്മുടെ ഉള്ള ഓഫറുകളെ പൊട്ടിച്ചുകൊണ്ട് തന്നെ 6 AM to 11 വരെ ഹാപ്പി അവേഴ്സ് എന്ന് പറഞ്ഞിട്ട് കസ്റ്റമേഴ്സിന് അത്രയും വിലക്കുറവിൽ നമുക്ക് മാർക്കറ്റിൽ പോലും കിട്ടില്ല. അതുപോലെ ഒരു ഹാപ്പി അവേഴ്സ് നമ്മൾ എന്തായാലും കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ ഐറ്റംസും ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ നല്ല പ്രൊഡക്റ്റുകൾ ഏറ്റവും ബെസ്റ്റ് പ്രൈസിന് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. 5 കിലോ പഞ്ചസാര 215 രൂപയ്ക്കും, പാൽ വെറും 23 രൂപയ്ക്കും, 1 കിലോ ബോൺലെസ് ബീഫ് 299 രൂപയ്ക്കും, ഗ്രിൽഡ് ചിക്കൻ 209 രൂപയ്ക്കും, നാടൻ മുളകിട്ട ബീഫ് 99 രൂപയ്ക്കും, വുമൻസ് 2 പീസ് സെറ്റ് 299 രൂപയ്ക്കും സ്വന്തമാക്കാം. കൂടാതെ പച്ചക്കറി, ഫ്രൂട്ട്സ്,
സ്റ്റേഷനറി, ഫിഷറി, മീറ്റ്സ്, ഫാഷൻസ്, കിഡ്സ് ടോയ്സ്, ഇലക്ട്രോണിക്സ് തുടങ്ങി ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാത്തരം ഉൽപ്പന്നങ്ങളും സന്തോഷകരമായ ഷോപ്പിംഗിലൂടെ വിശ്വസിക്കാനാകാത്ത വിലക്കുറവിൽ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുകയാണ്. തൃശൂർ പൂങ്കുന്നത്തിന് പുറമെ തിരൂർ, കോട്ടയ്ക്കൽ, പെരിന്തൽമണ്ണ, നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റുകളിലും A24 ബ്ലാസ്റ്റ് ഹാപ്പി അവേഴ്സ് ഷോപ്പിംഗ് ഒരുക്കിയിട്ടുണ്ട്. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 9315 രൂപ, പവന് 74,520 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജി സംബന്ധിച്ച് ഇന്ന് തീരുമാനമാകും. MLA സ്ഥാനം രാജിവെക്കണമെന്ന് KPCC രാഹുൽ മാങ്കൂട്ടത്തിലിനോട് ആവശ്യപ്പെട്ടു. പാലപ്പിള്ളി കുണ്ടായിയിൽ വീണ്ടും പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. തുടർച്ചയായുള്ള പുലി ആക്രമണങ്ങളിൽ ഭീതിയിൽ പ്രദേശവാസികൾ. റാപ്പർ വേടനെതിരെയുള്ള കേസിൽ ഹൈക്കോടതി നാളെ വിശദമായ വാദം കേൾക്കും. വിവാഹ വാഗ്ദാനം നൽകി വനിതാ ഡോക്ടറെ പീഡിപ്പിച്ചുവെന്നാണ് കേസ്. അകലാട് ബദർപള്ളിക്ക് സമീപം ദേശീയപാതയിൽ പാലം പണി നടക്കുന്നിടത്ത് വലിയ സ്ലാബ് സർവീസ് റോഡിലേക്ക് വീണു. ബൈക്ക് യാത്രികൻ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.